മീനൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 15 തരം റെയർ കലാത്തിയ പ്ലാന്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം കാണിക്കുന്ന പ്ലാന്റ് കലാത്തിയ ഓർണറ്റ സാൻഡേരിയാണ്. കലാത്തിയുടെ ലീഫിൽ ഡബിൾ ലൈന് വൈറ്റ് കളറും പിങ്ക് കളറും ഒക്കെ വരുന്നുണ്ട്. 2-3 തൈകളോട് കൂടിയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ്, നല്ല ബുഷി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പ്രൈസ് വരുന്നത് 200 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് കലാത്തിയ ഓർബിഫോളിയ. പ്ലാന്റിൻ്റെ ലീഫ് വന്നിട്ട് ഒരു റൗണ്ടഡ് ലീഫൊക്കെ ആയിട്ടാണ്, വൈറ്റ് കളർ ലൈനും ഗ്രീൻ ലൈനും ഒക്കെ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രൈസ് വരുന്നത് 200 രൂപ. അടുത്ത പ്ലാന്റ് കലാത്തിയ വിറ്റാറ്റ. ഈ പ്ലാന്റ് ഒരു നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നിറയെ തൈകളോട് കൂടിയിട്ടുള്ളൊരു ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. ലീഫ് ഒരു ലൈറ്റ് ഗ്രീൻ കളറ്, അതിനകത്ത് വൈറ്റിൽ യെല്ലോ ഷെയ്ഡ് കയറി വരുന്ന ഒരു ലൈനുകളാണ്, ഡബിൾ ലൈനുകളാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റാണ്. റേറ്റ് വരുന്നതും 200 രൂപ. ഈ ഫോട്ടോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെയായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ. അടുത്ത പ്ലാന്റ് വരുന്നത് കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ ആണ്. ഈ പ്ലാന്റ്സിൻ്റെ ലീഫ് നാരോ ലീഫാണ്. ലൈന് കുറച്ച് തിന്നായിട്ടുള്ള ലൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ. ലീഫ് ഡാർക്ക് ഗ്രീൻ ലീഫാണ്. നല്ല ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. പ്രൈസ് വരുന്നതും 200 രൂപ. പിന്നെ ഒരു പിങ്ക് ഷെയ്ഡും ആ ലീഫിൻ്റെ സെൻറ്ററിലൂടെ ചെറുതായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അടുത്ത പ്ലാന്റ് വരുന്നത് കലാത്തിയ മക്കോയാണ്. ഈ പ്ലാന്റും നല്ല ബുഷിയായിട്ട് ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഈ ലീഫ് വന്നിട്ട് ഒരു ഓവൽ ഷേപ്പും പിന്നെ ഒരു ലീഫ് ഒരു വൈറ്റ് കളറിൽ ഒരു പൊട്ടിട്ട പോലെയുള്ള ഒരു ഡിസൈനൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. കുഞ്ഞു നിറയെ തൈകളുണ്ട് കേട്ടോ. പ്രൈസ് വരുന്നതും 200 രൂപയാണ്. പ്ലാന്റ് കലാത്തിയ റോസോപിറ്റ മാരിയോൺ ആണ്. ഈ റോസോപിറ്റയിൽ തന്നെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് വലിയ പ്ലാന്റുമാണ്. 2 തൈകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ. ചിലതിൽ ഒരു തൈ ഉണ്ടാവും. അങ്ങനെയാണ് ഈ പ്ലാന്റ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ലീഫൊക്കെ നല്ല വലിയ ലീഫാണ്. പ്രൈസ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് കലാത്തിയ റോസ്പിറ്റ കോറ. ഈ പ്ലാന്റ് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഈ പ്ലാന്റ് ഒരു പോട്ടിൽ 1-2 പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. ചില ലീഫിന് ചെറുതായിട്ടൊരു ബേൺ ആയിട്ടുണ്ട് ചില പ്ലാന്റ്സിൻ്റെ ലീഫിന്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 160 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് കലാത്തിയ നെറ്റ്വർ ഡയമണ്ട് ആണ്. ഈ പ്ലാന്റ് മറ്റ് കലാത്തിയനെ അപേക്ഷിച്ച് നല്ല വ്യത്യാസമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ തൈകൾ എന്ന് പറഞ്ഞിട്ട് ഇത് കുറേ സ്റ്റെമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ബുഷി പ്ലാന്റ് ആണ്. ഇതിന് പ്രൈസ് വരുന്നത് 300 രൂപയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് കലാത്തിയ ബെല്ല. ഈ ഒരു പ്ലാന്റ് ഇതുപോലെ സ്റ്റെമ്മ് പോലെ നിറയെ ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഈ പ്ലാന്റിനും റേറ്റ് വരുന്നത് 300 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് കലാത്തിയ റോസാപ്പിൾ. ഈ ഒരു പ്ലാന്റ് 1-2 തൈകളോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഈ പ്ലാന്റ് കുറച്ച് കുറവാണ്. ഈ പ്ലാന്റിനും പ്രൈസ് വരുന്നത് 200 രൂപയാണ്. അടുത്ത പ്ലാന്റ് കലാത്തിയ സെബ്രീന. ഈ ഒരു പ്ലാന്റ് 1-2 തൈകളോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റിനും പ്രൈസ് വരുന്നത് 200 രൂപയാണ്. അടുത്ത പ്ലാന്റ് കലാത്തിയ സിൽവർ പ്ലേറ്റ്. ഈ ഒരു പ്ലാന്റിനും പ്രൈസ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. 1-2 തൈകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. വലിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് വരുന്നത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ്
2 തൈകളോട് കൂടിയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇതിനും പ്രൈസ് വരുന്നത് 200 രൂപയാണ്. അടുത്ത പ്ലാന്റ് കലാത്തിയ ധോത്തി. നല്ല ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണിത്. 2 തൈകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതിനും പ്രൈസ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. ബ്ലാക്ക് ലീഫും ഒരു പിങ്ക് റൗണ്ട് ഒക്കെ ആയിട്ടാണ് ഇതിന് ഡിസൈനൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. അടുത്ത പ്ലാന്റ് കലാത്തിയ ലെമൺ ലൈം. ഈ പ്ലാന്റ് മറ്റ് കലാത്തിയ തമ്മിൽ നല്ല വ്യത്യാസമുള്ളൊരു പ്ലാന്റാണ്. ഇതൊരു ക്രീപ്പർ ടൈപ്പ് ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റാണ് കേട്ടോ. പ്രൈസ് വരുന്നത് 300 രൂപയാണ്. നമ്മളിപ്പോൾ ഒരു 15 ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള കലാത്തിയ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കെയർ എന്താണെന്ന് വെച്ചാൽ ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്. ഷെയ്ഡിലും ഇൻഡോറായിട്ട് വെക്കാം. ഇൻഡോറായിട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും രാവിലത്തെ ഒരു സൺലൈറ്റ് കൊള്ളിക്കുന്നത് ഒരു അരമണിക്കൂർ കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് നേരം വെക്കരുത് കേട്ടോ, ലീഫ് ബേണായി പോകും. ഇത്രയേ ഉള്ളൂ. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ